നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. നവകേരള സദസ്. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തം. ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസിന്റെ ബഹുജന മാർച്ച്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നവജാത ശിശുക്കളുടെ ക്രിസ്മസ് ആഘോഷം. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് കുഞ്ഞുങ്ങളുടെ ജനനമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. റബ്ബറിന് 250 രൂപ ഉറപ്പാക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. അതിജീവന യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം. വാർത്തകൾ വിശദമായി. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തല്ലിച്ചതച്ചുവെന്നാരോപിച്ച് കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജില്ലയിലെമ്പാടും പോലീസ് സ്റ്റേഷനുകളിലേക്ക് ബഹുജന മാർച്ച് നടത്തി. കോട്ടയത്ത് ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോകുന്ന വാഹനത്തിൽ ഗുണ്ടകളുടെ ലാത്തി കൂടി കൊണ്ടുപോകുന്നതായി MLA പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തലക്കിട്ടടിച്ചത് ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ലാത്തി വലിച്ചൂരി തല്ലുകയാണ്. ലാത്തിക്ക് എന്താ വലിപ്പം? ഈ ലാത്തിയുടെ വലിപ്പം നിങ്ങൾ നോക്ക്. എത്രയോ വലിപ്പം? ഇത്രയും. മറ്റൊന്ന് ഇത് അടിച്ച ലാത്തിക്കോ 2 മുഴം നീളം. അപ്പൊ ഇത് കൊണ്ടുവന്നതാണ്. ഏത് വണ്ടിയിൽ? മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് കൊടുക്കുന്ന വണ്ടിക്കകത്ത് ഗുണ്ടകളുടെ ലാത്തി കൂടി കൊണ്ടുപോയി. അതാണ് ഞങ്ങളുടെ കേസ്. മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വാഹനത്തിനകത്ത് ഗുണ്ടകൾക്കുള്ള ലാത്തി കൂടി കൊണ്ടുപോയി. അത് വെച്ചിട്ടാണ് ഇവൻ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുന്ന പോലെ തലയ്ക്ക് മേളിലൂടെ ആഞ്ഞ് അടിച്ച് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ തല തല്ലി പൊട്ടിച്ചത്. VT സോമൻകുട്ടി, രഞ്ജിനി സന്തോഷ്, മഹിളാ കോൺഗ്രസ് നേതാവ് മഞ്ജു, S ഗോപകുമാർ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിങ്ങവനത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. വനിതകൾ ഉൾപ്പെടെയുള്ളവർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ ആക്രമിച്ച നടപടിക്കെതിരെ നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലേക്ക് വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. മാർച്ച് സ്റ്റേഷന് ഏതാനും ദൂരം മാറി പോലീസ് തടഞ്ഞു. ഇതിൽ പ്രകോപിതരായ പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് വന്നു. വനിതകൾ ഉൾപ്പെടെയുള്ളവരും പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. മുതിർന്ന നേതാക്കൾ എത്തിയാണ് പിന്നീട് രംഗം ശാന്തമാക്കിയത്. പ്രതിഷേധ സമരം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പോലീസുകാരുടെ തണലിൽ നിന്നുകൊണ്ട് ഭീരുക്കൾ പോലീസിന്റെ ലാത്തി കൂടി എടുത്തുകൊണ്ട് പാവപ്പെട്ട കോൺഗ്രസുകാരെ മർദ്ദിക്കുകയാണ്. അതാണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, പോലീസിംഗ് എന്ന് പറയുന്നതിന് ഒരു ആണത്വമില്ലേ? പോലീസിൽ വലിയ സമർത്ഥന്മാരായിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ അവരെ കാണുമെങ്കിൽ ഇപ്പൊ ഭാരതി ചട്ടം പുറത്തു നിൽക്കുന്നതിൽ പല ആളുകളും മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാല് തിരുമ്മി അധികാരത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന പോലീസുകാരോട് ഒരു കാര്യം ഞാൻ പറയാം, പോലീസ് വകുപ്പ് മന്ത്രി തന്നെയാണ്. നിങ്ങളുടെ അധികാരം ഇത്രയേ ഉള്ളൂ എന്നുള്ളത് വളരെ കൃത്യമറിയാവുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെതിരെ കണ്ണുരുട്ടുവാനും അവരെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളെ തനി കോൺഗ്രസ് ഏതാണ് എന്ന് ഞങ്ങൾ കാണിച്ചു തരേണ്ടി വരും. VT സോമൻകുട്ടി, രജനി സന്തോഷ്, സിബി പള്ളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വേറിട്ട ഒരു ക്രിസ്മസ് ആഘോഷം ഇന്ന് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നടന്നു. കാണുന്ന ആരുടെയും മനസ്സിൽ കടലോളം വാത്സല്യമുണ്ടാകുന്ന ഒരു ക്രിസ്മസ് ആഘോഷം. അതിന്റെ വിശേഷങ്ങളിലേക്ക്. ക്രിസ്മസ് പാപ്പായുടെ തൊപ്പിയും ചുവന്ന കുപ്പായവും ധരിച്ച് ഒരു കൂട്ടം കുഞ്ഞു മനുഷ്യർ നിരനിരയായി കിടന്നു. നാം ഇന്നുവരെയും കാണാത്ത ഒരു വേറിട്ട ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുചേരാൻ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ 1 മാസത്തിനുള്ളിൽ പിറന്ന കുഞ്ഞുങ്ങളുടെ ക്രിസ്മസ് ആഘോഷമായിരുന്നു ഇത്. ക്രിസ്മസ് എന്ന പേരിൽ കുന്നുംഭാഗം കാർഷിക കൂട്ടായ്മയാണ് വേറിട്ട ആഘോഷം നടത്തിയത്. 117 കുഞ്ഞുങ്ങളാണ് 1 മാസത്തിനുള്ളിൽ ഇവിടെ പിറന്നത്. ഇതിൽ കുറെ മാലാഖമാർ തൊട്ടിലും കട്ടിലും ഒക്കെ കിടന്ന് ആഘോഷത്തിൽ പങ്കാളികളായി. കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ ക്രിസ്മസ് ഉദ്ഘാടനം ചെയ്തു. ദൈവം ലോകത്തെ നിത്യമായി സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് കുഞ്ഞുങ്ങളുടെ ജനനമെന്ന് മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യജന്മം എത്രയോ മഹത്തരമാണ്. അവിടെ ജാതിമത വർഗവർണ്ണ വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യജന്മത്തിൻ്റെ വില തിരിച്ചറിയുന്ന ഒരു ഇടമാണ് ഇതുപോലെയുള്ള ഒരു കുഞ്ഞുങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിലെ
ക്രിസ്മസ് ആഘോഷം എന്ന് പറയാൻ എനിക്കേറെ സന്തോഷമുണ്ട്. പലപ്പോഴും ജീവന്റെ വില മനുഷ്യൻ വേണ്ടത്ര പരിഗണിക്കപ്പെടാതെ പോകുന്നുണ്ട്. ജീവൻ വിലപ്പെട്ടതാണെന്ന കാര്യം നമുക്കറിയാമെങ്കിൽ പോലും അത് ജനിക്കുന്ന കുടുംബത്തിന് ഒരു സന്തോഷമായി വരുമെങ്കിൽ പോലും ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ മാത്രമല്ല, ഈ ഭൂമുഖത്ത് ഒരു ശിശു ജനിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ഈ പ്രപഞ്ചത്തെ, ലോകത്തെ നിത്യമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഓരോ ശിശുവും ഈ ഭൂമുഖത്ത് പിറക്കുമ്പോൾ ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി നമുക്ക് ലഭിക്കുകയാണ്. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് മണി അധ്യക്ഷനായി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സമ്മാനദാനം നിർവഹിച്ചു. ഓർഫനേജ് കൺട്രോൾ ബോർഡ് മെമ്പർ ഫാദർ റോയി മാത്യു വടക്കൽ ക്രിസ്മസ് സന്ദേശം നൽകി. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ, ജനപ്രതിനിധികളായ ബി രവീന്ദ്രൻ നായർ, ഷാജി ബാമ്പൂരി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ നിഷ കെ മൊയ്തീൻ, ആർഎംഒ ഡോക്ടർ രേഖ കെ ശാലിനി, ഡോക്ടർ പ്രശാന്ത്, ഫാദർ സേവ്യർ കൊച്ചുപറമ്പിൽ, കാർഷിക കൂട്ടായ്മ പ്രസിഡന്റ് ആന്റണി മാർട്ടിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ദിനാഘോഷം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് ദിന സന്ദേശം നൽകി. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ ക്രിസ്മസ് ആഘോഷം നടത്തി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് ക്രിസ്മസ് സന്ദേശം നൽകി. മനുഷ്യജീവിതത്തിലെ സാഹോദര്യത്തിന്റെ സന്ദേശമാണ് ഓരോ ക്രിസ്മസും നൽകുന്നതെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ക്രിസ്മസിൻ്റെ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെ ഓർമ്മിക്കുന്ന സുഖമായ നിമിഷമാണ് ലോകത്തിന് നന്മയുടെ പ്രകാശം. പക്ഷേ ഏത് കാലത്തും ശക്തമായ ഒരു കാര്യം, നന്മയുടെ പ്രകാശം എപ്പോഴും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. ഉണ്മയെ ഇല്ലാതാക്കിക്കൊണ്ട് നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി. യോഗത്തിൽ പഞ്ചായത്തിലെ 20-ാം വാർഡിലെ 30-ാം നമ്പർ അംഗൻവാടിക്കായി A.T. ജോസഫ് അത്യാലിൽ സൗജന്യമായി നൽകിയ 3 സെന്റ് സ്ഥലത്തിന്റെ ആധാരം പഞ്ചായത്തിന് കൈമാറി. 30 കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടി ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് മണി വിശിഷ്ട അതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി സുരേന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് ആൻഡ്രൂസ്, പഞ്ചായത്ത് സെക്രട്ടറി ചിത്ര, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. റബ്ബറിന് 250 രൂപ ഉറപ്പാക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അതിജീവന യാത്രയ്ക്ക് നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് ബിജു പറയനിലം നയിക്കുന്ന അതിജീവന യാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. റബ്ബറിന് 250 രൂപ ലഭ്യമാക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു. അപ്പം തരുന്ന അപ്പന്മാരാണ് കർഷകരെന്നും അവരെ അവഗണിച്ചാൽ സർവനാശമാണ് ഫലമെന്നും അതിനാൽ സർക്കാർ കാർഷിക പ്രശ്നങ്ങൾ ഗൗരവത്തോടെ കാണണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. ഈ രാജ്യം കർഷകരുടെ രാജ്യമാണ്. കർഷകരെയാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തേണ്ടത്. കർഷകരാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലവാരം നിശ്ചയിക്കുന്നത്. കർഷകരിലൂടെയാണ് എല്ലാ രാജ്യങ്ങളിലും നല്ല ആത്മീയ നിലവാരവും പുലർത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കർഷകർ പൊതുവെ സ്കാറ്റേഡാണ്, ചിതറിക്കപ്പെട്ടവരാണ്. പക്ഷേ ഇന്ന് നമ്മൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആ സ്കാറ്ററിങ്ങിന് വിരുദ്ധമായിട്ടുള്ള വലിയൊരു ഗ്യാതറിംഗ് നടത്തുകയാണ്. രൂപത പ്രസിഡന്റ് ഇമ്മാനുവൽ നിധീരി അധ്യക്ഷത വഹിച്ചു. ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ഡോക്ടർ ജോർജ് വർഗീസ് ഞാറക്കുന്നൽ, ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ, ജാഥാംഗങ്ങളായ രാജേഷ് ജോൺ, ജോസുകുട്ടി ഒഴുകയിൽ, തോമസ് പീടികയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 22-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചോടെ ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ബെസേലിയസ് കോളേജിൽ ഇന്റർനാഷണൽ സെമിനാർ നടന്നു. റോയ് പോൾ IAS ഉദ്ഘാടനം ചെയ്തു.
കോട്ടയം ബെസേലിയസ് കോളേജിലെ റിസർച്ച് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സിന്റെയും MG യൂണിവേഴ്സിറ്റിയുടെയും നേതൃത്വത്തിൽ എ ഫിലോസഫി ഓഫ് സയൻസ് ലേൺസ് ഓൺ ദ ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലം എന്ന വിഷയത്തിൽ ഇന്റർനാഷണൽ സെമിനാർ നടന്നു. ഇന്ന് ലോകം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണ് കാലാവസ്ഥ വ്യതിയാനം. ഈ സാഹചര്യമാണ് ഈ വിഷയം തെരഞ്ഞെടുക്കാനുള്ള കാരണം. റോയ് പോൾ IAS സെമിനാർ ഉദ്ഘാടനം ചെയ്തു. Philosophy of science is only a subject, it's a branch of philosophy as such. And philosophy of climate science is a branch of this science. So you can say that it's a sub-branch of philosophy. Philosophy of science and philosophy of climate science. Australian National University Associate Professor Alexander Eapen എ ഫിലോസഫി ഓഫ് സയൻസ് ലെൻസ് ഓൺ ദ ക്ലൈമറ്റ് ചേഞ്ച് പ്രോബ്ലം എന്ന വിഷയം അവതരിപ്പിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, KV പൗലോസ്, പ്രിൻസിപ്പൽ ഡോക്ടർ ബിജു തോമസ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സാംസ്കാരിക വനിതാ വേദിയുടെ നേതൃത്വത്തിൽ സർഗമാധുരി സംഘടിപ്പിച്ചു. നാടക, സിനിമ, സീരിയൽ താരം PR ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ബാബുരാജ് മുഖ്യാതിഥിയായി. സാംസ്കാരിക വേദി കൺവീനർ G മോഹൻകുമാർ, ജില്ലാ പ്രസിഡന്റ് ജോസഫ് മൈലാടി, സെക്രട്ടറി പ്രൊഫസർ K സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ശാസ്ത്രീയ സംഗീതം, കവിതാ പാരായണം, നാടൻപാട്ട് തുടങ്ങിയ വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. പാലാ രൂപതാ ബൈബിൾ കൺവെൻഷൻ തുടങ്ങി. രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ദൈവരാജ്യം സ്വന്തമാക്കാൻ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ നാം ബലം പ്രയോഗിക്കണമെന്നും ഹൃദയത്തിൽ തുറവിയുള്ളവരായിരിക്കണമെന്നും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. പാലാ രൂപത 41ാമത് ബൈബിൾ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ഇന്ന് തിണ്ണകളില്ലാത്ത വീടുകൾ പെരുകുകയാണ്. വെറും മാളികകൾ മാത്രമായി നാം മാറുന്നു. നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും ശ്ലീവായോട് ചേർന്നായിരിക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. നമ്മളിവിടെ എല്ലാവരും ഈ പന്തലിലായിരിക്കുമ്പോൾ നമ്മുടെ ദിശാബോധം, നമ്മുടെ നോട്ടം മാർസ്ലീവായിരിക്കാം. എല്ലാവരും മാർസ്ലീവായ ഈ പ്രചാരയുടെ നടുവിൽ സ്ഥാപിച്ചിരിക്കുന്ന മാർസ്ലീവായെ നോക്കുകയാണ്. നമ്മുടെ കാഴ്ചയും കാഴ്ചപ്പാടും ശ്ലീവായോട് ചേർന്നും ശ്ലീവായിൽ നിന്ന് ഉള്ളതുമാണ്. കൺവെൻഷനൽ ബൈബിൾ പ്രതിഷ്ഠയ്ക്ക് ഫാദർ മാത്യു പുല്ലുകാലായിൽ നേതൃത്വം നൽകി. മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട വിശുദ്ധ കുർബാനയിൽ പാലാ രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ, കത്തീഡ്രൽ പള്ളി വികാരി ഫാദർ ജോസ് കാക്കലിൽ, ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ, സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് മംഗലത്ത്, അൽഫോൻസ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ മാത്യു പുന്നക്കത്താനത്തുകുന്നേൽ, ഫാദർ ജോൺ പാക്കരമ്പേൽ തുടങ്ങിയവർ സഹകാർമ്മികരായി. ഉദ്ഘാടന സമ്മേളനത്തിൽ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, ഫാദർ ജോസഫ് തടത്തിൽ, ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, ഫാദർ മാത്യു പുല്ലുകാലായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ക്രിസ്തുമസിനെ വരവേൽക്കാൻ മരിയ സദനത്തിന്റെ പുൽക്കൂടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. മരിയ സദനത്തിലെ അന്തേവാസികൾ നിർമ്മിച്ച പുൽക്കൂടുകളുടെയും നക്ഷത്രങ്ങളുടെയും വിൽപ്പന ആരംഭിച്ചു. പാലാ മരിയ സദനത്തിലെ അന്തേവാസികൾ നിർമ്മിച്ച പുൽക്കൂടുകൾ, നക്ഷത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവയാണ് കാനാട്ടുപാറയിൽ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത്. തടിയിൽ തീർത്ത പുൽക്കൂടിന് 1500 രൂപയാണ് വില ഈടാക്കുന്നത്. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് നക്ഷത്രങ്ങളുടെ വില. മുളയിൽ തീർത്ത നക്ഷത്രങ്ങളായതിനാൽ കേടുകൂടാതെ സൂക്ഷിക്കാനും കഴിയും. തടിയിൽ തീർത്ത പുൽക്കൂടുകളുടെ മേൽക്കൂര പുല്ലുകൊണ്ട് മേഞ്ഞതാണ്. കാലങ്ങളോളം ഈ പുൽക്കൂട് കേടുകൂടാതെ ഇരിക്കും എന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. വ്യത്യസ്ത നിറത്തിലുള്ളതും ആകൃതിയിലുള്ളതുമായ മെഴുകുതിരികൾ അന്തേവാസികളുടെ കലാവിരുതിൽ നിർമ്മിച്ചതാണ്. സ്നോ മേക്കിംഗ് പൗഡറുകളും ഇവരുടെ വിപണിയിൽ ലഭ്യമാണ്. അലങ്കരിക്കുന്നതിനുള്ള അലങ്കാര വസ്തുക്കളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. നിരവധി ആളുകളാണ് പുൽക്കൂടുകളും മറ്റ് അനുബന്ധ സാധനങ്ങളും വാങ്ങിക്കുന്നതിനായി എത്തുന്നത്. ആലംബഹീനരും അനാഥരുമായ നിരവധി ആളുകളെ പാർപ്പിക്കുന്ന മരിയ സദനത്തിന് കൈത്താങ്ങാവാൻ സാധനങ്ങൾ വാങ്ങുമെന്ന പ്രതീക്ഷയിലാണ് മരിയ സദനം. ന്യൂസ് ബ്യൂറോ, പാലാ. അറിയിപ്പ്: ഭൂനികുതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഫീൽഡ് തല വിവരശേഖരണം നടത്താൻ സിവിൽ എഞ്ചിനീയറിംഗ്, ITI ഡ്രാഫ്റ്റ്സ്മാൻ, ITI സർവേയർ ഇതിലേതെങ്കിലും ഒരു കോഴ്സ് പാസ്സായവരിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് അപേക്ഷ ക്ഷണിച്ചു. 27-ന് മുമ്പായി സെക്രട്ടറിക്ക് അപേക്ഷകൾ നൽകണം.
ITI, ITC, എഞ്ചിനീയറിംഗ്, ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾ പാസ്സായ തൊഴിൽ രഹിതരായ പട്ടികജാതി വിഭാഗക്കാർക്ക് പഠിച്ച ട്രേഡുകളിൽ പ്രാവീണ്യം നേടാൻ അവസരം. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന ട്രെയിനിംഗ് കം എംപ്ലോയ്മെന്റ് അഡീഷണൽ അപ്രന്റീസ്ഷിപ്പ് സ്കീമിന്റെ 1 വർഷ പരിശീലന പദ്ധതിയിലേക്ക് ലാലം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷിക്കാം. 30-നകം അപേക്ഷകൾ നൽകണം. ഫോൺ 8547630067. ജബൽപൂർ ആസ്ഥാനമായ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ 3015 അപ്രന്റീസ് ഒഴിവ്. ജനുവരി 14 വരെ അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.wcr.indianrailways.gov.in. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവകേരള സദസ് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധം ശക്തം. ജില്ലയിൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കോൺഗ്രസിന്റെ ബഹുജന മാർച്ച്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ നവജാത ശിശുക്കളുടെ ക്രിസ്മസ് ആഘോഷം. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നതിന്റെ തെളിവാണ് കുഞ്ഞുങ്ങളുടെ ജനനമെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ. റബ്ബറിന് 250 രൂപ ഉറപ്പാക്കണമെന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്. അതിജീവന യാത്രയ്ക്ക് ജില്ലയിൽ സ്വീകരണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.